ഹലോ എവരി വൺ, വെൽക്കം ടു റൈസ് അപ്പ് IAS. നമ്മൾ ഇന്ന് ജോഗ്രഫിയിലെ അറ്റ്മോസ്ഫിയർ എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തോളം പ്രിലിംസ് എടുത്തു കഴിഞ്ഞാൽ പ്രിലിംസിൽ UPSC ക്ലൈമറ്റോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ 2024 നമുക്ക് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പൊതുവെ കാണാറുണ്ട്. സോ നമുക്ക് ആ അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ പഠിക്കണോ അതെല്ലാം നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യുന്നുണ്ടാവും. കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സും അതേപോലെ തന്നെ കുറച്ച് ഫാക്ച്വലായ രീതിയിലാണ് നമുക്ക് ഈ ടോപ്പിക് കവർ ചെയ്യാനുള്ളത്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ സ്കൂൾ ഡേയ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അറ്റ്മോസ്ഫിയറിന്റെ പല കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ നമ്മൾ സ്കൂൾ ഡേയ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒക്കെ റിവിഷനും അതിൻ്റെ ഒക്കെ ഒരു അപ്ഡേഷനുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നുണ്ടാവാം. ഓക്കെ, സോ അറ്റ്മോസ്ഫിയർ നമുക്ക് എങ്ങനെ സിമ്പിൾ വേർഡ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി ഡിഫൈൻ അറ്റ്മോസ്ഫിയർ? നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഭൂമിക്ക് ചുറ്റുമായിട്ട് വി ഹാവ് എ ലെയർ ഓഫ് ഗ്യാസസ് അല്ലെ. നമുക്ക് സിമ്പിളി എങ്ങനെ പറയാം? ലെയർ ഓഫ് ഗ്യാസസ് അല്ലെ. ഗ്യാസ് കൊണ്ടുള്ള ഒരു ലെയർ ആണ് എന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഭൂമിക്ക് ചുറ്റും വി ഹാവ് എ ലെയർ ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് ഓഫ് ഗ്യാസസ്. അത് നമുക്ക് ഭൂമിക്ക് വേണ്ടി ഇവിടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ആ ലെയർ ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഓഫ് ഗ്യാസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അറ്റ്മോസ്ഫിയർ. സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാം. അപ്പൊ എങ്ങനെയാണ് ഭൂമിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടായത്? അതേപോലെ തന്നെ എല്ലാ പ്ലാനറ്റ്സിനും അറ്റ്മോസ്ഫിയർ ഉണ്ടോ? നമുക്കറിയാം സൂര്യന് ചുറ്റും കറങ്ങുന്ന എല്ലാ പ്ലാനറ്റ്സിനും അറ്റ്മോസ്ഫിയർ ഇല്ല. ഫോർ എക്സാമ്പിൾ മെർക്കുറിക്ക് അങ്ങനെ കാര്യമായ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. പക്ഷെ ഭൂമിക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടായത്? ഇതിന്റെ ഫോർമേഷനെ പറ്റിയിട്ട് ധാരാളം തിയറീസ് ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പറയാലോ ഭൂമിയുടെ ഫോർമേഷൻ അറൌണ്ട് 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. ഈ 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് പറയുന്ന തിയറി എന്താ? ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന തിയറിയാണ് അല്ലെ. ബിഗ് ബാങ് തിയറി. ഇപ്പൊ ബിഗ് ബാങ് തിയറി എന്ന് പറയുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്ന് ഭൂമിയും യൂണിവേഴ്സും ഉണ്ടായി എന്ന് പറയുന്ന തിയറി. അപ്പൊ അത്തരത്തിൽ ഭൂമി ഫോം ചെയ്ത ശേഷം പറയപ്പെടുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇത്രയും ഭംഗിയുള്ള പച്ചപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും നിറഞ്ഞൊന്നും ആയിരുന്നില്ല ഭൂമി. പറയപ്പെടുന്നത് ദ എർത്ത് വാസ് ഗ്ലോയിങ്. എർത്ത് നിന്ന് കത്തുകയായിരുന്നു. ടെമ്പറേച്ചർ വാസ് വെരി ഹൈ. ഈ സമയത്തെല്ലാം ഭൂമിയുടെ ഉള്ളിൽ നിന്നും മറ്റുമായിട്ട് ധാരാളം ഗ്യാസസ് പുറത്തേക്ക് ഇവോൾവ് ചെയ്ത് പോവുകയുണ്ടായി. അപ്പോൾ ഈ ബേൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ധാരാളം ഗ്യാസ് പുറത്തേക്ക് പോവുകയുണ്ടായി. എർത്തിന്റെ സർഫസിൽ നിന്നെല്ലാം ഗ്യാസ് റിലീസ് ആവുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ ഗ്യാസ് റിലീസ് ആവുന്നതിനെ നമ്മൾ പറയുന്നതാണെന്ത്? ഡീഗ്യാസിങ്. അപ്പൊ ഈ ഡീഗ്യാസിങ് എന്നുള്ള വാക്ക് NCERT പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഭൂമിയുടെ സർഫസിൽ ആ ഭൂമി ഉണ്ടായ സമയത്ത് സർഫസിൽ നിന്ന് ഗ്യാസ് റിലീസ് ചെയ്യുമ്പോൾ ആ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡീഗ്യാസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഡീഗ്യാസിങ് സംഭവിച്ച് ധാരാളം ഗ്യാസ് പുറത്തേക്ക് റിലീസ് ആവുകയുണ്ടായി. ഈ ഗ്യാസസ് നമ്മുടെ ഗ്രാവിറ്റി ഒക്കെ കാരണം എർത്തിന്റെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഇങ്ങനെ തങ്ങി നിന്നുണ്ടായതാണെന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്മോസ്ഫിയർ ഉണ്ടായപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഗ്യാസസ് അല്ല അന്ന് ഉണ്ടായിരുന്നത്. ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള ഗ്യാസ് ഒക്കെ മേജർലി വരുന്ന പോലെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് കാലങ്ങളോളം എടുത്ത് മാറ്റങ്ങൾ സംഭവിച്ച് ഇന്നുള്ള അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ പഠിക്കണം UPSC പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളാണ് മേജർലി വരുന്നത്. ഒന്ന് കോമ്പോസിഷൻ. അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷനെ പറ്റി ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതേപോലെ തന്നെ സ്ട്രക്ചർ. അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ നോക്കണം. സോ വി നീഡ് ടു സീ റിഗാർഡിംഗ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ ആയിരിക്കും കോമൺലി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പല ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. താഴെ നിന്ന് പോവുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന രീതിയിലൊക്കെ. അപ്പൊ അതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. സോ വിൽ സ്റ്റാർട്ട്. അറ്റ്മോസ്ഫിയർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു ഡീപ്പ് ബ്ലാങ്കറ്റ് ഓഫ് ഗ്യാസസ്, പല കിലോമീറ്റർ, ഒരുപാട് കിലോമീറ്റർ വീതി വരുന്ന രീതിയിലുള്ള ഒരു ഡീപ്പ് ബ്ലാങ്കറ്റ് ഓഫ് ഗ്യാസിനെ നമ്മൾ എന്ത് പറയാ? അറ്റ്മോസ്ഫിയർ എന്ന് പറയാ. എർത്തിൽ നിന്ന് സെവറൽ കിലോമീറ്റേഴ്സ് ഹൈറ്റിൽ നമുക്ക് കാണുന്നതാണ് എന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗേഷ്യസ് കവറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുക. അപ്പോൾ എർത്തിന്റെ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ എർത്തിനെ നമ്മൾ ജിയോയിഡിക്കൽ ഷേപ്പ് ആണെന്നുള്ള എർത്ത് പറയാം. എന്താ ജിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2 സൈഡും ഫ്ലാറ്റ് ആയിട്ട്, പോൾസ് ഫ്ലാറ്റ് ആയിട്ട് കർവ്ഡ് ആയിട്ട് നിൽക്കുന്ന ഷേപ്പ്. എർത്തിന്റെ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ 6400 കിലോമീറ്റർ ആണല്ലോ എർത്തിന്റെ റേഡിയസ്. ഈ റേഡിയസ് വെച്ച് നോക്കുമ്പോൾ വളരെ തിൻ ലെയർ ആണ് എന്ത്? അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതാണ് അറ്റ്മോസ്ഫിയർ ഒരു ബേസിക് ഓവർവ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോവാം. എന്താണ് അറ്റ്മോസ്ഫിയറിന്റെ സിഗ്നിഫിക്കൻസ്? ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്ലാനറ്റ്സിനും അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പൊ എർത്തിൽ അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിന്റെ ഇമ്പോർട്ടൻസ്? നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ. ഏറ്റവും ബേസിക് ആയി തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇവിടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ട ഗ്യാസസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓക്സിജൻ, പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഇത്തരത്തിലുള്ള ലൈഫ് സസ്റ്റെയിനിങ് ഗ്യാസസ് എവിടെയാണുള്ളത്?
അറ്റ്മോസ്ഫിയറിനുള്ളത്. അപ്പൊ അറ്റ്മോസ്ഫിയർ ഇവിടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ട ബേസിക് ഗ്യാസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്. 2, UV പ്രൊട്ടക്ഷൻ. ഓക്കെ, UV പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ, സണ്ണിൽ നിന്ന് വരുന്ന വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ് പോലെ റേസിനെ ഭൂമിയിലേക്ക് കംപ്ലീറ്റ്ലി കടത്തി വിടാതെ അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ UV റേഡിയേഷനിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആയി നമുക്കറിയാം, നമുക്ക് സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ നമുക്കറിയാലോ ഓസോൺ ലെയർ അല്ലെ, ഇതിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പറയാമേ. ഓസോൺ ലെയർ നമ്മൾ എന്ത് ചെയ്യുന്നു, UV റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് ആണ്, പ്രൊട്ടക്ട് ഫ്രോം ഹാർംഫുൾ റേസ് ഓഫ് സൺ. മൂന്നാമത്തത് ടെമ്പറേച്ചർ റെഗുലേഷൻ. ടെമ്പറേച്ചർ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എർത്തിൽ നിന്നുള്ള സണ്ണിൽ നിന്നുള്ള പ്ലാനറ്റ്സ് കൺസിഡർ ചെയ്താൽ നമുക്കറിയാം, ഇപ്പൊ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് എന്ന രീതിയിലല്ല പോകുന്നത്. ഇപ്പൊ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ഒക്കെ നോക്കി പോകുമ്പോൾ മെർക്കുറിയിലും വീനസിലും ഡേ ടൈം ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. അതായത് നമ്മളെ പോലുള്ള ജീവികൾക്ക് ജീവിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉയരത്തിലാണ് ടെമ്പറേച്ചർ. മാർസിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇസ് വെരി ലോ. അപ്പോൾ ഇവിടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ ഏകദേശം ഒരു 20 to 30 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആവറേജ് വരുന്ന പോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ, അറ്റ്മോസ്ഫിയർ ആണ്. അതെങ്ങനെയാണ്? വരുന്ന സൺറൈസിനെ മുഴുവനായി എർത്തിലേക്ക് കടത്തിവിടില്ല, അറ്റ്മോസ്ഫിയർ കുറച്ചേ കടത്തിവിടുള്ളൂ. അപ്പൊ എന്ത് പറ്റും, എർത്ത് ഓവർ ഹീറ്റഡ് ആവാതെ നോക്കും. അതേപോലെ എർത്തിൽ നിന്ന് ഈ സൺറൈസ് ഹീറ്റ് നമ്മൾ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കളയും. ആ റേഡിയേറ്റ് ചെയ്യുന്നതിനെയും പുറത്തേക്ക് കംപ്ലീറ്റ്ലി കടത്തിവിടില്ല, കുറച്ച് എർത്തിൽ തന്നെ കീപ്പ് ചെയ്യും. അപ്പൊ എർത്ത് ഓവർ കൂൾഡ് ആവാതെയും നോക്കും. അപ്പൊ ഈ രീതിയിൽ വരുന്ന സൺറൈസിനെ മുഴുവൻ കടത്തിവിടാതെ എർത്ത് ഓവർ ഹീറ്റഡ് ആവാതെയും എർത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഹീറ്റിനെയും മുഴുവൻ കടത്തിവിടാതെ എർത്ത് ഓവർ കൂൾഡ് ആവാതെയും ആര് നോക്കും, അറ്റ്മോസ്ഫിയർ നോക്കും. അപ്പൊ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ റെഗുലേഷൻ ഒരു മേജർ ഫാക്ടറാണ്. ഇതിന് എക്സാമ്പിൾ നമുക്ക് പറയാം, മെർക്കുറി നമ്മൾ എടുത്തു നോക്കാം. മെർക്കുറി സണ്ണിനോട് ഏറ്റവും അടുത്ത പ്ലാനറ്റാണ്. പക്ഷെ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഏതാ? വീനസ് ആണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. അതെന്തുകൊണ്ടാ? വീനസിന്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്, വരുന്ന ഹീറ്റിനെ മുഴുവൻ വീനസ് പിടിച്ചു നിർത്തും, പുറത്തേക്ക് വളരെ കുറച്ചേ വിടുള്ളൂ. അപ്പോൾ വീനസിലേക്ക് വരുന്ന ടെമ്പറേച്ചർ വീനസിൽ നിന്ന് പുറത്തേക്ക് അധികം പോകുന്നില്ല. അപ്പൊ വീനസിൽ ചൂട് കൂടി വരും. മെർക്കുറിക്ക് ഞാൻ പറഞ്ഞു എന്താ, അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പൊ ഡേ ടൈമിൽ വരുന്ന ഹീറ്റ് മുഴുവൻ വരും. മെർക്കുറി ടെമ്പറേച്ചർ ഡേ ടൈമിൽ കൂടും, നൈറ്റ് ടൈമിൽ വരുന്ന ഹീറ്റ് മുഴുവൻ എന്ത് ചെയ്യും, പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ മെർക്കുറിയിൽ ഡേ നൈറ്റ് വേരിയേഷൻ ഒക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പൊ എർത്തിൽ ഇവിടെ ജീവൻ നിലനിർത്താൻ പാകത്തിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മേജർ റോൾ ആർക്കുണ്ട്, അറ്റ്മോസ്ഫിയറിനുണ്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം മീറ്റിയോഴ്സ്. മീറ്റിയോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൽക്കകൾ അല്ലെ, മറ്റ് സെലസ്റ്റിയൽ ബോഡീസിന്റെ പാർട്സ് ആണ്. മറ്റ് പ്ലാനറ്റ്സിന്റെയോ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സിന്റെയോ പാർട്സിനെ നമ്മളെന്ന് പറയാം, മീറ്റിയോഴ്സ് എന്ന് പറയാം. അപ്പൊ മീറ്റിയോഴ്സ് എർത്തിലേക്ക് വരുന്നു. എർത്തിൽ വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീണ സ്ഥലത്ത് വലിയ നാശനഷ്ടം ഉണ്ടാവും. വലിയ മീറ്റിയോർ ആണെങ്കിൽ അതിന് ചില പ്രശ്നങ്ങൾ, ഇമ്പാക്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ വരുന്ന മീറ്റിയോർ അറ്റ്മോസ്ഫിയറിനെയും കടന്നിട്ട് വേണം എർത്തിലേക്ക് വരാനായിട്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിനെയും കടന്നിട്ട് വരിക എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ എയർ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ്? രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒപ്പോസിംഗ് ഫോഴ്സ്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മൾ കൈ വാളിനോട് ചേർത്തൊക്കെ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവും, വി ഹാവ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ അത്തരത്തിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓഫൺ ജനറേറ്റ്സ് ഹീറ്റ്. കാരണം നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഉരച്ച് ചൂടാക്കി മുഖത്ത് വയ്ക്കും. അതെന്തുകൊണ്ടാണ്? ഈ കൈ ഇങ്ങനെ ഉരയ്ക്കുമ്പോഴുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ഈ മീറ്റിയോർ കടന്നു പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഹീറ്റ് കൂടി എന്ത് ചെയ്യും, ദിസ് മീറ്റിയോർ വിൽ സ്റ്റാർട്ട് ടു ബേൺ. മീറ്റിയോർ അങ്ങനെ കത്തി തുടങ്ങി, അങ്ങനെ കത്തി തീരും. എർത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ അത് കംപ്ലീറ്റ്ലി കത്തിത്തീരുന്ന അവസ്ഥ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ കത്തിത്തീരുമ്പോൾ എന്താ സംഭവം, അത് ഭൂമിയിലേക്ക് എത്തുന്നില്ല. നമ്മൾ അത്തരത്തിലുള്ള മീറ്റിയോർസിന് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നമുക്കറിയാം എല്ലാ ക്ലൈമാറ്റിക് ഫിനോമിന, റെയിൻഫോൾ ആയിക്കോട്ടെ, ക്ലൗഡ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഫോഗ് ഫോർമേഷൻ ആയിക്കോട്ടെ, എല്ലാം നടക്കുന്നത് എവിടെയാണ്, അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാ ക്ലൈമാറ്റിക് ഫിനോമിന എവിടെ നടക്കുന്നു, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ സിഗ്നിഫിക്കന്റ് ആണ് അറ്റ്മോസ്ഫിയറിൽ ഇവിടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലൈഫ് സസ്റ്റെയിനിങ് ഗ്യാസസ് ഉണ്ട്, അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ, അൾട്രാവയലറ്റ് റേസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, ടെമ്പറേച്ചർ റെഗുലേഷൻ, എർത്തിൽ ലൈഫ് സസ്റ്റെയിൻ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, മീറ്റിയോഴ്സിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതേപോലെ ക്ലൈമാറ്റിക് ഫിനോമിന നടക്കുന്ന എവിടെയാണ്, അറ്റ്മോസ്ഫിയറിലാണ്. സോ ഓൾ ദീസ് ക്യാൻ ബി സെഡ് ആസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഇനി അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏതാണ്, നൈട്രജൻ ആണ് അല്ലെ. നൈട്രജൻ ഒക്യുപ്പൈസ് നോക്കൂ 78% എന്താ, നൈട്രജൻ ആണ്.
സെക്കൻഡ് വരുന്നത് ആരാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഒക്യുപ്പൈസ് അറൌണ്ട് 21%. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നൈട്രജനും ഓക്സിജനും ഇവർ രണ്ടുപേരുമാണ് 99% ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ 99% ഒക്യുപ്പൈ ചെയ്യുന്ന ഗ്യാസസ് രണ്ടാൾക്കാരാ. ആരൊക്കെയാണ്? നൈട്രജനും ഓക്സിജനും. തേർഡ് മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് പൊതുവെ എല്ലാവരും മനസ്സിൽ പറയാ ഒരു പക്ഷെ കാർബൺ ഡയോക്സൈഡ് എന്നായിരിക്കും. അല്ല, ആർഗൺ ആണ്. ആർഗൺ ഒക്യുപ്പൈസ് 0.93%. അപ്പോൾ നോക്കൂ, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ ഒക്യുപ്പൈസ് 99.9% ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ, മീഥൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ, ഹീലിയം, ക്രിപ്റ്റോൺ ഇവരൊക്കെ കൂടി എല്ലാവരും കൂടി ചേർന്നാലാണ് അവസാനത്തെ 0.1% വരുന്നുള്ളൂ. അപ്പോൾ ഇവർ 3 പേരുമാണ് മേജർലി. അതിൽ നൈട്രജനും ഓക്സിജനുമാണ് 99% ഓഫ് ദി അറ്റ്മോസ്ഫിയറും ഒക്യുപ്പൈ ചെയ്യുന്നത്. 99% ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഒക്യുപ്പൈ ചെയ്യുന്നത് നൈട്രജൻ, ഓക്സിജൻ 2 ഗ്യാസസ് ആണ്. ആർഗൺ കൂടി വരുമ്പോൾ 99.9% വരുന്നു. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ ഇത്തരത്തിലുള്ള ഗ്യാസസ് മാത്രമാണോ ഉള്ളത്? അല്ല, വേറെയും വസ്തുക്കളുണ്ട്. വേറെ എന്തൊക്കെ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റാം? നമുക്ക് ഡസ്റ്റ് ഉണ്ട്, അല്ലേ? വി ഹാവ് വാട്ടർ വേപ്പർ. വി ഓൾസോ ഹാവ് എയറോസോൾസ്. എന്താണ് എയറോസോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Aerosols are small liquid particles which are freely suspended in air. Small liquid particles freely suspended in air. ഫോർ എക്സാമ്പിൾ, നമ്മൾ പെർഫ്യൂം അടിക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു ഗ്യാസും അല്ലെങ്കിൽ എയറും അതിനൊപ്പം ലിക്വിഡ് പാർട്ടിക്കിൾസും വരും. അങ്ങനെയുള്ളതാണ് എയറോസോൾ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല, ഇങ്ങനെ ഡസ്റ്റ്, വാട്ടർ വേപ്പർ, എയറോസോൾ പോലെയുള്ള ആൾക്കാരും ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, നമ്മൾ ഗ്യാസസിന്റെ ലിസ്റ്റ് പറഞ്ഞല്ലോ, ഇവരുടെ പ്രൊപ്പോർഷൻ ഇപ്പൊ നൈട്രജൻ 78% ആണെന്ന് പറയുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 78% അറ്റ്മോസ്ഫിയർ നൈട്രജൻ ആണ്. ഇനിയുള്ള കുറെ വർഷങ്ങളും ആയിരിക്കും നൈട്രജൻ തന്നെയായിരിക്കും. അപ്പൊ ബേസിക്കലി ഇവരുടെ പ്രൊപ്പോർഷൻ, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ പോലുള്ള ഗ്യാസിന്റെ പ്രൊപ്പോർഷൻ ഫിക്സ്ഡ് ആണ് അറ്റ്മോസ്ഫിയറിൽ. വർഷങ്ങളായിട്ട് ഇനിയും വർഷങ്ങളോളം ഫിക്സ്ഡ് ആയിരിക്കും അവരുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്യാസസിനെ നമ്മൾ എന്ത് പറയും? വി കോൾ ദം ആസ് പെർമനന്റ് കോൺസ്റ്റിറ്റ്യുവൻസ്. ദേ ആർ പെർമനന്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. കാരണം ഇവർ പെർമനന്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ ഇതേ റേഷ്യോയിൽ തന്നെ നിലനിൽക്കും. നേരെ മറിച്ച് ഡസ്റ്റ്, വാട്ടർ വേപ്പർ, എയറോസോൾസ് ഒക്കെ നിർത്തി നോക്കൂ. ലെറ്റ് us കൺസിഡർ വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ എങ്ങനെ ഉണ്ടാവുന്നത്? ഇവാപ്രേഷൻ സംഭവിക്കണം. ഇവാപ്രേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ വേണം, 2 വാട്ടർ വേണം, എന്നാലേ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ ഉണ്ടാവുള്ളൂ. അപ്പൊ ടെമ്പറേച്ചറിന്റെയും വാട്ടറിന്റെയും അവൈലബിലിറ്റി ഉണ്ടാകുമ്പോൾ വാട്ടർ വേപ്പർ മാറിക്കൊണ്ടേയിരിക്കും, വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുതലുള്ള വർഷമാണെങ്കിൽ കൂടുതൽ വാട്ടർ വേപ്പർ വരും. അതേപോലെ തന്നെ പോളാർ റീജിയൻ കൺസിഡർ ചെയ്യൂ. തണുപ്പുള്ള ഭാഗമാണ്, അവിടെ ടെമ്പറേച്ചർ ഉണ്ടോ? ഇല്ല. അവിടെ വാട്ടർ വേപ്പർ ഉണ്ടാവോ? ഇല്ല, കുറവായിരിക്കും. അപ്പൊ ഈ ഡസ്റ്റ്, വാട്ടർ വേപ്പർ, എയറോസോൾ എന്നൊക്കെ പറയുന്നവരുടെ പ്രൊപ്പോർഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ദം ആസ് ടെമ്പററി കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ പോലെയുള്ള ഫിക്സഡ് പ്രൊപ്പോർഷനിൽ കാണുന്ന ഗ്യാസസിനെ നമ്മൾ എന്ത് പറയും? പെർമനന്റ് കോൺസ്റ്റിറ്റ്യുവൻസ്. നേരെ മറിച്ച് ഡസ്റ്റ്, വാട്ടർ വേപ്പർ, എയറോസോൾ പോലുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ടെമ്പററി കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ നമുക്ക് പെർമനന്റ് കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ട്, ടെമ്പററി കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ട്. അപ്പോൾ നോക്കുക, നൈട്രജൻ, ഓക്സിജൻ എക്സ്ട്രാ റിമെയിൻസ് ഇൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ഹെൻസ് നോൺ ആസ് പെർമനന്റ് കോൺസ്റ്റിറ്റ്യുവൻസ്. നേരെ മറിച്ച് പാർട്ടിക്കിൾസ് സച്ച് ആസ് ഡസ്റ്റ്, എയറോസോൾസ്, വാട്ടർ വേപ്പർ ചേഞ്ചസ് ഇൻ പ്രൊപ്പോർഷൻ ഫ്രം ടൈം ടു ടൈം, ഹെൻസ് ദേ ആർ നോൺ ആസ് ടെമ്പററി കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പൊ പെർമനന്റ് കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ട്, ടെമ്പററി കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ട്. ആ കാര്യം ഓർത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് 78% നൈട്രജൻ, 21% ഓക്സിജൻ, 0.9% ആർഗൺ എന്നൊക്കെ പറഞ്ഞു. സപ്പോസ് ഞാൻ ഗ്രൗണ്ട് ലെവലിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ 1 ലിറ്റർ ഗ്യാസ് കളക്ട് ചെയ്തു. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 ലിറ്റർ ഗ്യാസ്. അതിനുശേഷം ഞാൻ 50 കിലോമീറ്റർ ഹൈറ്റിൽ പോയി അവിടെ നിന്നും 1 ലിറ്റർ ഗ്യാസ് കളക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും 100 കിലോമീറ്റർ ഹൈറ്റിൽ പോയി അവിടെ നിന്നും ഞാൻ 1 ലിറ്റർ ഗ്യാസ് കളക്ട് ചെയ്തു. അപ്പൊ എൻ്റെ ഇപ്പോൾ 3 സാമ്പിൾസ് ഓഫ് ഗ്യാസസ് ഉണ്ട്. ഒന്ന് ഗ്രൗണ്ട് ലെവല്, ഒന്ന് 50 കിലോമീറ്റർ ഹൈറ്റ്, മറ്റൊന്ന് 100 കിലോമീറ്റർ ഹൈറ്റ്. ഈ 3 സാമ്പിൾസും എടുത്ത് ഞാൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ 3ലും എനിക്ക് ഈ 78% നൈട്രജൻ, 21% ഓക്സിജൻ, 0.9% ആർഗൺ എന്ന രീതിയിലായിരിക്കുമോ ഗ്യാസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക? 3ലും സെയിം അതേ ഫിക്സഡ് പ്രൊപ്പോർഷനിലായിരിക്കുമോ?
അല്ല. ഗ്യാസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഹോമോജീനിയസ് ആയിട്ടല്ല സംഭവിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ഹൈറ്റിലും ഒരേപോലെയല്ല ഗ്യാസസ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. മനസ്സിലാക്കേണ്ടത് ഹെവിയർ ആൻഡ് ഡെൻസർ ഗ്യാസസ് എവിടെയായിരിക്കും? അറ്റ്മോസ്ഫിയറിന്റെ ബോട്ടം ലെയേഴ്സിലായിരിക്കും. നൈട്രജൻ, ഓക്സിജൻ ഒക്കെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഹെവിയർ ഗ്യാസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് അവരെവിടെയാ? അറ്റ്മോസ്ഫിയറിന്റെ താഴത്തെ ലെവൽസിലായിരിക്കും കൂടുതൽ കാണുക. ഇപ്പൊ നമ്മൾ ഓക്സിജൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 120 കിലോമീറ്ററിന് മുകളിലേക്ക് ഓക്സിജൻ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിരിക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാവുള്ളൂ. ഒരു 120 വരെയൊക്കെയാണ് ഓക്സിജൻ നമുക്ക് അത്യാവശ്യത്തിന് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ താഴെ നിന്ന് ബ്രെത്ത് എടുക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 90 കിലോമീറ്റർ വരെയൊക്കെയാണ് കാര്യമായ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഗ്യാസസ് എല്ലാം തന്നെ എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഹെവിയറും ഡെൻസറുമായ ഗ്യാസസ് ബോട്ടം ലെയേഴ്സിലാണ് ഉണ്ടാവുക. ഇപ്പൊ നൈട്രജനും ഓക്സിജനും എല്ലാം നമ്മൾ കമ്പാരിറ്റീവ്ലി ഹെവിയർ ഡെൻസറായി കണക്കാക്കുക എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ 99%ഉം അറ്റ്മോസ്ഫിയറിന്റെ താഴെയുള്ള ലെയേഴ്സിലാണ് കാണാൻ പറ്റുക. ഹെവിയറും ഡെൻസറും ഗ്യാസസും താഴെയുള്ള ലെയേഴ്സിലാണെന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് ലൈറ്റർ ആൻഡ് ലെസ് ഡെൻസ് ഗ്യാസ് എവിടെയായിരിക്കും? അവരായിരിക്കും അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പ് ലെയേഴ്സിൽ ഉണ്ടാവുക. ലൈറ്റർ ആൻഡ് ലെസ് ഡെൻസ് ഗ്യാസ് എവിടെയായിരിക്കും? അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പ് ലെയേഴ്സിലായിരിക്കും. ലെറ്റ് us കൺസിഡർ ഹൈഡ്രജൻ, ഹീലിയം. ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് എമൗണ്ടിൽ ഇവിടെയുണ്ട്. ഹൈഡ്രജൻ കണ്ടോ 0.005%, ഹീലിയം കണ്ടോ 0.0005%. ഓക്കെ, ഹൈഡ്രജൻ 0 കൂടുതലാണ്. അപ്പോൾ ഇവരൊക്കെ എന്തായിരിക്കും? ടോപ്പ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിലായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ പണ്ട് നിങ്ങൾ പെരുന്നാളിനോ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഹൈഡ്രജൻ ബലൂൺ വാങ്ങിയിട്ടുണ്ടാവും. നമ്മളെ കൈ വിട്ടാൽ ഈ ബലൂൺ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. കാരണം എന്താ? അതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം പോലുള്ള ഗ്യാസസ് അവർ ലെസ് ഡെൻസർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാനം എവിടെയാ? അറ്റ്മോസ്ഫിയറിന്റെ മുകളിലാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ബലൂണേയും കൊണ്ട് മുകളിലേക്ക് പോകും. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. ഗ്യാസസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. Heavier and denser gases will be at the bottom layers of atmosphere. Lighter and less dense gases occupy the top layers of atmosphere. Example നോക്കൂ. ഓക്സിജൻ ഒരു 120 കിലോമീറ്ററിന് മുകളിൽ ഓൾമോസ്റ്റ് ആബ്സെന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓൾമോസ്റ്റ് 90 കിലോമീറ്ററിന് മുകളിൽ ഓൾമോസ്റ്റ് ആബ്സെന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ഒന്ന് കോമ്പോസിഷനെ പറ്റി ഓർത്ത് വെക്കണം. ഒന്ന്, ഏത് ഗ്യാസ് ആണ് മേജർലി വരുന്നത്, അവരുടെ ഷെയർ എന്താ, ആ ടേബിൾ നോക്കണം. രണ്ടാമത്തെ കാര്യം, പെർമനന്റ് കോൺസ്റ്റിറ്റ്യുവൻസും ടെമ്പററി കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഹെവിയർ ഡെൻസർ ഗ്യാസ് എവിടെയാ? അറ്റ്മോസ്ഫിയറിന്റെ താഴത്തെ ലെയേഴ്സിൽ. ലെസ് ഡെൻസർ ലൈറ്റർ ഗ്യാസ് എവിടെയാ? അറ്റ്മോസ്ഫിയറിന്റെ മുകളിലത്തെ ലെയേഴ്സിലുമാണ് ഓക്യുപ്പൈ ചെയ്യുന്നുള്ള കാര്യവും ഓർത്ത് വയ്ക്കാം. ദിസ് ഈസ് റിഗാർഡിംഗ് അറ്റ്മോസ്ഫിയർ, അതിന്റെ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമുക്ക് സ്ട്രക്ചറിലേക്ക് പോവാം. അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? പല ലെയേഴ്സ് ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇങ്ങനെ പല പല ലെയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എക്സോസ്ഫിയറിനെ പറ്റിയും ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. എക്സോസ്ഫിയർ നമുക്ക് അത്ര സിഗ്നിഫിക്കന്റ് അല്ല. എന്നാലും എക്സോസ്ഫിയർ, തെർമോസ്ഫിയറിനും പുറത്താണ് എക്സോസ്ഫിയർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെയേഴ്സ് ഒരു ഫിഗർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വി ക്യാൻ ഡ്രോ ഇറ്റ് ബൈ ഒരു ഫിഗർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാ ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? ശ്രദ്ധിക്കുക. സപ്പോസ് ഇത് ഞാൻ അറ്റ്മോസ്ഫിയറിന്റെ ഒരു ഭാഗം ഇങ്ങനെ എടുത്തു. ഇതിൽ ഐ എം ഡ്രോയിങ് എ ഫിഗർ. നോക്കുക. സോ ഏറ്റവും താഴത്തെ ലെയർ ആണെന്ത്? ട്രോപ്പോസ്ഫിയർ. അതിന് മുകളിൽ വരുന്നു സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ വരുന്നതാണ് മെസോസ്ഫിയർ. മെസോസ്ഫിയറിന് മുകളിൽ വരുന്നു തെർമോസ്ഫിയർ. ഓക്കെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന്റെ അപ്പർ ബൗണ്ടറി ഓർ ദി ബൗണ്ടറി ബിറ്റ്വീൻ ട്രോപ്പോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ, ആ ബൗണ്ടറിയെ നമ്മൾ വിളിക്കുന്ന പേര് ട്രോപ്പോപോസ് എന്നാണ്. വി കോൾ ഇറ്റ് ആസ് ട്രോപ്പോപോസ്. ദി ബൗണ്ടറി ബിറ്റ്വീൻ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് മെസോസ്ഫിയർ ഓർ ദി അപ്പർ ബൗണ്ടറി ഓഫ് സ്ട്രാറ്റോസ്ഫിയർ, അതിനെ നമ്മൾ വിളിക്കുന്നു സ്ട്രാറ്റോപോസ്. സിമിലർലി മെസോസ്ഫിയറിന്റെ അപ്പർ ബൗണ്ടറിയെ നമ്മൾ വിളിക്കും മെസോപോസ്. അപ്പോൾ സംഭവം സിമ്പിളാ. താഴെയുള്ള ലെയർ ഏതാണോ അതിനൊപ്പം പോസ് എന്നുള്ള വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ അപ്പർ ബൗണ്ടറിയുടെ പേരായി. അപ്പോൾ ട്രോപ്പോപോസ് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിന് ഇടയിൽ, സ്ട്രാറ്റോപോസ് സ്ട്രാറ്റോസ്ഫിയറിനും മെസോസ്ഫിയറിന് ഇടയിൽ, മെസോപോസ് മെസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും ഇടയിലായിട്ട് വരുന്നു മെസോപോസ്. ഇനി ഇവരുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് പോൾസിന്റെ ഭാഗത്ത് 8 കിലോമീറ്റേഴ്സും
ഇക്വേറ്ററിന്റെ ഭാഗത്ത് ഓൾമോസ്റ്റ് 18 കിലോമീറ്റേഴ്സുമാണ്. അത് എന്തുകൊണ്ടാണെന്നത് ട്രോപ്പോസ്ഫിയർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ പറയാം. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഹൈറ്റ് ഈസ് 50 കിലോമീറ്റേഴ്സ്. 50 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് 50 കിലോമീറ്റർ അല്ല, ഗ്രൗണ്ടിൽ നിന്നാണ് എന്ത് 50 കിലോമീറ്റർ വരുന്നത്. മെസോസ്ഫിയറിന്റെ ഹൈറ്റ് ഈസ് 80 കിലോമീറ്റേഴ്സ്. 80 കിലോമീറ്റേഴ്സിന് മുകളിലേക്ക് തെർമോസ്ഫിയർ. അപ്പോൾ അതുകൊണ്ട് ഈ ട്രോപ്പോപോസ് ഒന്ന് സ്ലാൻഡിങ് ആയിട്ടാണ്. പോൾസിൽ ഹൈറ്റ് കുറവും ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുതലുമാണ്. അതെന്തുകൊണ്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ഞാൻ അതിന് ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചത്. ദാറ്റ്സ് വൈ ഐ ഡ്രോൺ ഇറ്റ് ഇൻ ഇൻക്ലൈൻഡ് മാനർ. ദെൻ സ്ട്രാറ്റോപോസ് ഉണ്ട്, മെസോപോസ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദാറ്റ്സ് റിഗാർഡിംഗ് ദി ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമുക്ക് ഇതിൽ ഓരോ ലെയറും 1 by 1 ആയിട്ട് എടുത്ത് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് പൊതുവെ ഫിഗറിൽ ട്രോപ്പോപോസ് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരച്ചിട്ടുണ്ടാവും. ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ഹൈറ്റിൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ചിലപ്പോൾ ഫിഗറിൽ കാണുന്നുണ്ടാവുക. അതെന്താ വെച്ചാൽ അവർ ആവറേജ് ഹൈറ്റ് എടുത്താണ് വരയ്ക്കുന്നത്. ശരിക്കും പോൾസിൽ ഹൈറ്റ് കുറവും ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുതലുമാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പല പല ലെയേഴ്സായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പല പേരുകൾ കൊടുത്ത് ഡിവൈഡ് ചെയ്യാൻ കാരണം. നമ്മൾ ഓരോ ലെയർ മുകളിലേക്ക് പോകുമ്പോഴും അവിടെ അതിന്റെ ഡെൻസിറ്റിയിലും ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനിലെല്ലാം ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. അതെന്താണ് ആ വേരിയേഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ലെയർ ഈസ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാൻ പറ്റും. എന്താ? ഇറ്റ് ഇസ് ദി ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെയർ ആണ് എന്ത്? ട്രോപ്പോസ്ഫിയർ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആൻഡ് ഇതിന്റെ അപ്പർ ബൗണ്ടറി ഏതാണ്? ട്രോപ്പോപോസ് ആണ് അപ്പർ ബൗണ്ടറി. പിന്നെ നമ്മൾ ഒരു പറഞ്ഞ പോയിന്റ് എന്താണ്? ഇറ്റ്സ് ഹൈറ്റ് ഓർ ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 8 കിലോമീറ്റർ അറ്റ് പോൾസ് ആൻഡ് 18 കിലോമീറ്റർ അറ്റ് ദി ഇക്വേറ്റർ. ഇപ്പോൾ ഇതാണ് എർത്ത് എങ്കിൽ ഇങ്ങനെയാണ് ട്രോപ്പോപോസ് കിടക്കുന്നത്. അതായത് ഹയർ ലാറ്റിറ്റ്യൂഡ് പോൾസിന്റെ ഭാഗത്ത് ഒരു 8 കിലോമീറ്റർ വരെ ഉയരം, ഇക്വേറ്ററിന്റെ ഭാഗത്ത് ഓൾമോസ്റ്റ് 18 കിലോമീറ്റർ വരെ ഉയരം. എന്തുകൊണ്ടായിരിക്കും ഈ ഹൈറ്റ് ഡിഫറൻസ് വരാൻ കാരണം? പോൾസ് ഇക്വേറ്റർ എന്നുള്ള രണ്ട് സ്ഥലം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം ലൈക്ക് ഹയർ ഓൾട്ടിറ്റ്യൂഡ്, ഹയർ ലാറ്റിറ്റ്യൂഡ്, ലോവർ ലാറ്റിറ്റ്യൂഡിന് ഉപരി പോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? തണുത്തുറഞ്ഞു കിടക്കുന്ന സ്ഥലം അല്ലേ? ലോ ടെമ്പറേച്ചർ ആണ്. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ? കൂടുതൽ സൺറൈസ് വരുന്നു. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇനി ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ലോ ടെമ്പറേച്ചർ സ്ഥലമാണ് പോൾസ്, ഇക്വേറ്റർ ഹൈ ടെമ്പറേച്ചർ ആണ്. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്തോറും, ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ കൂടുന്തോറും അതിന്റെ ഡെൻസിറ്റി, ഓക്കെ, ഡെൻസിറ്റി ഞാൻ അവിടെ റോ എന്ന് എഴുതാണ്, ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. നമുക്കറിയാം ഡെൻസിറ്റി ഡിക്രീസസ്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു വസ്തു വികസിക്കുന്നു അറിയാലോ. എ ബോഡി എക്സ്പാൻഡ്സ് വെൻ ഹീറ്റഡ് അപ്പ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വി ക്യാൻ സേ വോളിയം ഇൻക്രീസസ് അല്ലെ? വികസിക്കും, വോളിയം കൂടും. ഡെൻസിറ്റി, റോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം. അപ്പോ ഡെൻസിറ്റിയും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇവിടെ. സോ ബേസിക്കലി ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, വോളിയം കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. സോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും എന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. ഇനി വരുന്ന ക്ലൈമറ്റോളജിയുടെ ക്ലാസ്സുകളിലും അത് ആക്ച്വലി ആവശ്യമുള്ളതാണ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡെൻസിറ്റി ഡിക്രീസസ്. എയറിന്റെ കേസിലാണ് പറയുന്നത്. എയറിന്റെ കേസിൽ ഡെൻസിറ്റി വല്ലാതെ കുറയും. അപ്പോ അറ്റ് ഇക്വേറ്റർ ടെമ്പറേച്ചർ ഈസ് ഹൈ, സോ എയർ ഡെൻസിറ്റി വിൽ ബി ലോ. അറ്റ് പോൾസ് ടെമ്പറേച്ചർ ഈസ് ലോ, സോ എയർ ഡെൻസിറ്റി വിൽ ബി ഹൈ. അത് മനസ്സിലാക്കി വെക്കണേ. ഇക്വേറ്ററിന്റെ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്, എയർ ഡെൻസിറ്റി ലോ ആണ്. പോൾസിന്റെ ഭാഗത്ത് ടെമ്പറേച്ചർ കുറവാണ്, എയർ ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡെൻസിറ്റി കൂടിയ എയർ വിൽ ബി അറ്റ് ദി ബോട്ടം ലെയേഴ്സ്, ഡെൻസിറ്റി കുറഞ്ഞ എയർ വിൽ ബി അറ്റ് ദി ടോപ്പ് ലെയേഴ്സ്. നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഈ ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ ഒരു അയൺ പീസും ഒരു വുഡൻ പീസും ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അയൺ പീസ് എന്ത് ചെയ്യും? സിങ്ക് ചെയ്ത് പോകും. വുഡൻ പീസ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അയൺ പീസ് സിങ്ക് ചെയ്യാൻ കാരണം എന്താ? വെള്ളത്തെക്കാൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ്. വുഡൻ പീസ് ഫ്ലോട്ട് ചെയ്യാൻ വെള്ളത്തെക്കാൾ ഡെൻസിറ്റി കുറവാണെന്നാണ്. അപ്പൊ അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റും. ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എയർ എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും. ഡെൻസിറ്റി കുറഞ്ഞ എയർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. സോ അറ്റ് ഇക്വേറ്റർ ദി എയർ വിൽ ബി റൈസിങ്, അറ്റ് പോൾസ് ദി എയർ വിൽ ബി സിങ്കിങ്.
അപ്പോൾ നമ്മൾ ട്രോപ്പോസ്ഫിയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ഇക്വേറ്ററിന്റെ ഭാഗത്ത് എയർ എന്ത് ചെയ്യാണ്, റൈസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഹൈറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഇക്വേറ്ററിന്റെ ഭാഗത്ത് കൂടുതലായിരിക്കും. പോൾസിന്റെ ഭാഗത്തോ ടെമ്പറേച്ചർ കുറവ്, എയർ ഡെൻസിറ്റി കുറവ്, എയർ സിങ്ക് ചെയ്യുകയാണ്, എയർ സിങ്സ്. അപ്പോൾ അവിടെ ഹൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് സംഭവം. അപ്പൊ ഇക്വേറ്ററിന്റെ ഭാഗത്ത് ഡെൻസിറ്റി കുറഞ്ഞ എയർ ഇങ്ങനെ വേർട്ടിക്കലി മുകളിലേക്ക് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇക്വേറ്ററിൽ എയർ ഡെൻസിറ്റി കുറഞ്ഞ എയർ ഇങ്ങനെ റൈസ് ചെയ്യുകയായിരിക്കും. ഓക്കെ, എയർ ഇങ്ങനെ റൈസ് ചെയ്യുമ്പോൾ വെൻ ദി എയർ ഇസ് റൈസിങ് അപ്വേർഡ്സ് അതിനെ നമ്മൾ പറയും കൺവെക്ഷൻ എന്ന് പറയും. നമ്മൾ പിന്നീട് പഠിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എയർ ഇങ്ങനെ വേർട്ടിക്കലി റൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് കൺവെക്ഷൻ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ഇക്വറ്റോറിയൽ റീജിയൻ ടെമ്പറേച്ചർ ഈസ് ഹൈ, എയർ ഡെൻസിറ്റി വിൽ ബി ലോ, എയർ വിൽ ബി റൈസിങ് ആസ് കൺവെക്ഷൻ കറന്റ്സ്. അറ്റ് പോൾസ് ടെമ്പറേച്ചർ ഇസ് ലോ, എയർ ഡെൻസിറ്റി ഈസ് ഹൈ, എയർ വിൽ ബി സിങ്കിങ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം ഇറ്റ് ഈസ് ഹയർ അറ്റ് ദി ഇക്വേറ്റർ, ഏകദേശം 18 കിലോമീറ്റർ വരും. ലെസർ അറ്റ് ദി പോൾസ്, ഏകദേശം 8 കിലോമീറ്റർ വരും. നോക്കുക, തിക്നെസ് ഇസ് ഗ്രേറ്റർ അറ്റ് ദി ഇക്വേറ്റർ ആസ് ദി ടെമ്പറേച്ചർ ഇസ് ഹൈ ആൻഡ് വാം എയർ റൈസസ് അപ്വേർഡ്സ് ഡ്യൂ ടു ലോ എയർ ഡെൻസിറ്റി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് വാക്കുകളിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി ട്രോപ്പോസ്ഫിയറിനെ പറ്റി പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ട്രോപ്പോസ്ഫിയറിൽ വെൻ വി ആർ മൂവിങ് അപ്വേർഡ്സ്, നമ്മൾ മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കും. ഞാനിങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുക. ടെമ്പറേച്ചർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം? ഓക്കെ, ചോദ്യം കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആക്കാം. നമ്മളുടെ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് എന്താണ്? പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് സൺ ആയിരിക്കും, അല്ലേ? സൺ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഞാൻ മുകളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ ഗെയിൻ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സണ്ണിനോട് അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും സണ്ണിനോട് അടുത്തേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടുകയല്ലേ വേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലങ്ങൾ, ലെറ്റ് us കൺസിഡർ മൂന്നാർ, ലെറ്റ് us കൺസിഡർ പൊന്മുടി, അല്ലെങ്കിൽ നമ്മൾ ഷിംല അല്ലെങ്കിൽ കുളു മണാലി ഒക്കെ കൺസിഡർ ചെയ്താൽ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്. മുകളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, when we are moving up means we are moving towards the sun. ടെമ്പറേച്ചർ കൂടുകയല്ലേ വേണ്ടേ? എന്തുകൊണ്ട് കുറയുന്നു? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് ഓഫ് എർത്ത് സൺ എന്ന് പറയുന്നുണ്ടെങ്കിലും അറ്റ്മോസ്ഫിയറിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് സൺ അല്ല. അറ്റ്മോസ്ഫിയറിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സൺ. പിന്നെന്താ നോക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ എർത്ത് സർഫസ്. എർത്ത് സർഫസിലേക്ക് ഇവിടെ സൺ ഉണ്ടെന്ന് വിചാരിക്കുക. സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ എർത്തിൻ്റെ സർഫസിലേക്ക് വന്ന് വീഴുന്നു. ഓക്കെ, ഇതിനെ ഞാൻ ഇൻകമിങ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നു. ഇൻകമിങ് റേഡിയേഷൻ എർത്തിലേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ എർത്ത് ഈ വരുന്ന റേഡിയേഷൻ എന്നുള്ള ഹീറ്റിനെ എർത്ത് അബ്സോർബ് ചെയ്യാം. ഈ അബ്സോർബ് ചെയ്ത ഹീറ്റിനെ എർത്ത് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് തള്ളിക്കളയും. എർത്ത് വിൽ റേഡിയേറ്റ് ദ ബാക്ക്വേർഡ്സ്, അതായത് ഹീറ്റ് ബാക്ക്വേർഡ്സ്. അല്ലെങ്കിൽ എർത്ത് പുറത്ത് റേഡിയേറ്റ് ചെയ്തില്ലെങ്കിൽ എർത്ത് ഇങ്ങനെ പിന്നെ വരുന്ന ചൂട് മുഴുവൻ അബ്സോർബ് ചെയ്ത് എർത്ത് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വരുന്ന ഹീറ്റിനെ എർത്ത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത ശേഷം എർത്ത് എന്ത് ചെയ്യും? അതിനെ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കളയും. ഈ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതിന് ഞാൻ ഔട്ട് ഗോയിങ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നു. ഔട്ട് ഗോയിങ് റേഡിയേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഫിഗറിലേക്ക് സൺലൈറ്റ് ഇങ്ങനെ വന്ന് വീണ് എർത്തിലേക്ക് പുറത്തേക്ക് പോകുന്നു. നമ്മൾ ഈ മിററിലൊക്കെ പഠിക്കുന്ന പോലെ റിഫ്ലക്ഷൻ ഒന്നുമല്ല സംഭവിക്കുന്നത്. വരുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എർത്ത് ഒരു ചൂടുള്ള വസ്തുവായി, എർത്ത് ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് എർത്ത് ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ആയി. ആ ഹോട്ട് ഒബ്ജക്റ്റ് ആയ എർത്ത് പിന്നെ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിഫ്ലക്ഷൻ, ബട്ട് എർത്ത് ഹോട്ട് ഒബ്ജക്റ്റ് ആയ ശേഷം എർത്ത് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. എർത്ത് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഈ റേഡിയേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ്. ഓക്കെ, വെൻ എർത്ത് റേഡിയേറ്റ്സ് ബാക്ക്വേർഡ്സ് വി കോൾ ഇറ്റ് ആസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എർത്ത് അബ്സോർബ്സ് ദി ഇൻകമിംഗ് റേഡിയേഷൻ ആൻഡ് എർത്ത് റേഡിയേറ്റ്സ് ഇറ്റ് ബാക്ക്വേർഡ്സ് ആസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ആള് ഇൻകമിംഗ് റേഡിയേഷനെ അധികം അബ്സോർബ് ചെയ്യുകയില്ല. വളരെ കുറച്ചൊക്കെ എന്ത് ചെയ്യും? തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വിട്ടിട്ട് ബാക്കി കടത്തിവിടും. അറ്റ്മോസ്ഫിയർ ഇസ് എ പുവർ അബ്സോർബർ ഓഫ് ഇൻകമിംഗ് റേഡിയേഷൻ, ബട്ട് അറ്റ്മോസ്ഫിയർ അബ്സോർബ്സ് ഔട്ട് ഗോയിങ് റേഡിയേഷൻ. പുറത്തേക്ക് പോകുന്ന റേഡിയേഷനെയാണ് എന്ത്?
അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യുക, അതായത് ടെറസ്ട്രിയൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക. കാരണം ദ ഇൻകമിങ് സോളാർ റേഡിയേഷൻസ് ആർ ഷോർട്ട് വേവ് റേഡിയേഷൻ, നേരെ മറിച്ച് ഔട്ട് ഗോയിങ് റേഡിയേഷൻസ് ആർ ലോങ് വേവ് റേഡിയേഷൻസ്. ഇൻകമിങ് റേഡിയേഷൻസ് എന്താണ്? ഷോർട്ട് വേവ് ആണ്. ഔട്ട് ഗോയിങ് ആണ് ലോങ് വേവ് റേഡിയേഷൻ. അറ്റ്മോസ്ഫിയറിന് ഷോർട്ട് വേവ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞത്, ലോങ് വേവ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂടിയത്. അറ്റ്മോസ്ഫിയറിന് ഷോർട്ട് വേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ കഴിവ് കുറവാണ്. അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യുന്ന ആരെയാണ്? ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷനെയാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിന് ഹീറ്റ് കിട്ടുന്ന എവിടെന്നാ? ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോഴല്ലേ ഹീറ്റ് കിട്ടുക. അപ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ് അറ്റ്മോസ്ഫിയറിന് ഹീറ്റ് കിട്ടുക. അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻകമിങ് റേഡിയേഷൻ ആണോ? അല്ല, ഔട്ട് ഗോയിങ് റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് ഈസ് ദി ടെറസ്ട്രിയൽ ഓർ ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻസ്. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഹൈറ്റിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ ദൂരേക്ക് പോവുകയല്ലേ, ഭൂമിയിൽ നിന്ന് വരുന്നതാണല്ലോ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പൊ നമ്മൾ ഹൈറ്റിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് ഉയർന്നു പോവുകയാണ്. വി ആർ മൂവിങ് അവേ ഫ്രം ടെറസ്ട്രിയൽ റേഡിയേഷൻ. സോ ടെമ്പറേച്ചർ ഡിക്രീസസ് ഇൻ ട്രോപ്പോസ്ഫിയർ. ഞാൻ പറയുന്ന ട്രോപ്പോസ്ഫിയറിന്റെ കാര്യം മാത്രമാണ്, അങ്ങനെ ഓർത്തു വെക്കുക. ടെമ്പറേച്ചർ ഡിക്രീസസ് ഇൻ ട്രോപ്പോസ്ഫിയർ. എന്താ കാരണം? ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇസ് ദി ടെറസ്ട്രിയൽ റേഡിയേഷൻ. നമ്മൾ ഹൈറ്റിലേക്ക് പോകുമ്പോൾ വി ആർ മൂവിങ് അവേ ഫ്രം ടെറസ്ട്രിയൽ റേഡിയേഷൻ. സോ ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ ആണ് പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മൾ ഹൈറ്റിലേക്ക് പോകുന്തോറും നമ്മൾ അതിൽ നിന്ന് അകന്നു പോവുകയാണ്. അകന്നു പോവുക എന്ന് പറയുമ്പോൾ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയും. ഒരു കാര്യം കൂടി ഓർക്കണം, ടെമ്പറേച്ചർ കുറയും എന്ന് പറയുമ്പോൾ ദി ടെമ്പറേച്ചർ ഇസ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. നമ്മൾ ഓരോ കിലോമീറ്റർ മുകളിലേക്ക് പോകുന്തോറും ട്രോപ്പോസ്ഫിയറിൽ 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ടെമ്പറേച്ചർ കുറയുന്ന പറയുന്നത്. അതായത് ഗ്രൗണ്ടിൽ ഇപ്പോൾ ഹൈറ്റ് 36.5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1 കിലോമീറ്റർ ഹൈറ്റിൽ അത് 6.5 കുറഞ്ഞ് 36 ഡിഗ്രി സെൽഷ്യസ് ആവും. 2 കിലോമീറ്റർ ഹൈറ്റിൽ അത് 23.5 ഡിഗ്രി സെൽഷ്യസ് ആവും. അങ്ങനെ ഓരോ കിലോമീറ്റർ പോകും തോറും 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടാണ് കുറയുക. ഇതാണ് എന്ത്? റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഈ റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. ദിസ് റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് നോർമൽ ലാപ്സ് റേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാ? അറ്റ്മോസ്ഫിയറിൽ, ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. എന്താ കാരണം? അറ്റ്മോസ്ഫിയറിന്റെ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എർത്തിലേക്ക് വരുന്ന സോളാർ റേഡിയേഷനെ എർത്ത് അബ്സോർബ് ചെയ്ത് എർത്ത് ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ആവുന്നു. എർത്ത് അതിനെ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കളയുന്നു. പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുമ്പോൾ ലോങ് വേവ്സിന്റെ ഫോർമുല റേഡിയേറ്റ് ചെയ്യുക. അതിനെയാണ് അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യുക. അപ്പൊ അറ്റ്മോസ്ഫിയർ ഹീറ്റ് കിട്ടുന്ന എവിടെ നിന്നാണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ്. അപ്പൊ നമ്മൾ മുകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വി ആർ മൂവിങ് അവേ ഫ്രം ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ ഒബ്വിയസ്ലി ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ എന്ന് പറയുന്ന റേറ്റിലാണ്. ഓരോ കിലോമീറ്റർ പോകുമ്പോഴും 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു. സോ ആ റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കോൾ ആസ് ദി നോർമൽ ലാപ്സ് റേറ്റ്. അപ്പോൾ നോക്കുക, ദ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ഇൻ ട്രോപ്പോസ്ഫിയർ. ടെമ്പറേച്ചർ ഫോൾസ് അറ്റ് റേറ്റ് ഓഫ് 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. ഇതിനെ നമ്മൾ പറയുന്നു നോർമൽ ലാപ്സ് റേറ്റ്. ഇതാണ് അടുത്ത പോയിന്റ് ട്രോപ്പോസ്ഫിയറിനെ പറ്റി ഓർക്കേണ്ടത്. ഒരു കാര്യം കൂടി ഓർക്കണം, ട്രോപ്പോസ്ഫിയർ ഈസ് കൺസിഡർഡ് ടു ബി മീറ്ററോളജിക്കലി ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ലെയർ. മീറ്ററോളജിക്കലി ദി മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ലെയർ. എന്താ മീറ്ററോളജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീറ്ററോളജി, ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD എന്താ ചെയ്യുന്നത്? കാലാവസ്ഥയെ ഫോർകാസ്റ്റ് ചെയ്യുന്നു. മീറ്ററോളജിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈമറ്റോളജിക്കലി. ക്ലൈമറ്റുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും സിഗ്നിഫിക്കന്റ് ലെയർ ട്രോപ്പോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയറിന്റെ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? നമുക്കിവിടെ കിട്ടുന്ന ഒട്ടുമിക്ക ക്ലൈമറ്റിക് ഫിനോമിന, ക്ലൗഡ് ആയിക്കോട്ടെ, റെയിൻഫാൾ ആയിക്കോട്ടെ, സൈക്ലോൺ ആയിക്കോട്ടെ, ഫോഗ് ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെ ഉണ്ടാവുന്നേ? ട്രോപ്പോസ്ഫിയറിൽ വെച്ചിട്ടാണ്. സോ ട്രോപ്പോസ്ഫിയർ ആണ് മീറ്ററോളജിക്കലി ഏറ്റവും ഇമ്പോർട്ടന്റ് ലെയർ ആയിട്ട് നമുക്ക് കണക്കാക്കുവാൻ പറ്റുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയറിനെ പറ്റി ഓർത്തു വെക്കേണ്ട 3-4 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഓർത്തു വെക്കണം. ഇതിന്റെ ബേസിലുള്ള ചോദ്യങ്ങളെ പ്രിലിംസിന് വരുള്ളൂ. എന്താണ്? ഒന്നാമത്തെ കാര്യം ലോവസ്റ്റ് ലെയർ ആണ്. 2 അപ്പർ ബൗണ്ടറി ട്രോപ്പോപോസ്. 3 ഹൈറ്റ് 8 കിലോമീറ്റർ, പോൾസ് 18 കിലോമീറ്റർ ഇക്വേറ്റർ. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുതലാണ് ഇക്വേറ്ററിൽ, എയർ കൺവെക്ഷൻ കറന്റ് ആയിട്ട് റൈസ് ചെയ്യും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ എയറിന്റെ ഡെൻസിറ്റി കുറയും എന്നുള്ളത് കൊണ്ട്. Then temperature decreases in troposphere
കാരണം ടെറസ്ട്രിയൽ റേഡിയേഷന്റെ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഹീറ്റ് നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും ടെറസ്ട്രിയൽ റേഡിയേഷൻ ദൂരെ പോകുന്നു, ഹൈറ്റ് കുറയുന്നു. ആ കുറയുന്ന റേറ്റ് എത്രയാ? 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ ആണ്. അതിന് നമ്മൾ പറയും നോർമൽ ലാപ്സ് റേറ്റ്. ആൻഡ് മീറ്ററോളജിക്കലി ഏറ്റവും സിഗ്നിഫിക്കന്റ് ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇത്രയും പോയിന്റ്സ് ട്രോപ്പോസ്ഫിയറിന്റെ ഓർത്ത് വെക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അടുത്ത ലെയറിലേക്ക് പോകുന്നു, ദാറ്റ് ഈസ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ പറ്റി ഓൾറെഡി നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയറിന്റെ അപ്പർ ബൗണ്ടറി നമ്മൾ വിളിക്കുന്നത് സ്ട്രാറ്റോപോസ് എന്നാണ്. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം 50 കിലോമീറ്റർ ഫ്രം ദി ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാ. സ്ട്രാറ്റോസ്ഫിയറിൽ വി ക്യാൻ സേ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ട്രോപ്പോസ്ഫിയർ നമ്മൾ കുറയുമെന്ന് പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്തോറും കൂടുകയാണ്. എന്തുകൊണ്ടായിരിക്കും സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്തോറും കൂടാനുള്ള കാരണം? അതിന് ഉള്ള കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ ആര്? ഓസോൺ. ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താ? O3. ഓസോൺ ലെയർ എവിടെയാണുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണുള്ളത്. വി ഹാവ് ദി ഓസോൺ ലെയർ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ലെയർ എന്താ ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷനെ കുറച്ച് എന്ത് ചെയ്യും? ഓസോൺ ലെയർ UV റേഡിയേഷനൊക്കെ എന്ത് ചെയ്യും? ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യും. ബാക്കി കുറച്ചൊക്കെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് വിടും. ബാക്കിയാണ് എന്ത്? എർത്തിലേക്ക് കടത്തി വിടുന്നത്. അപ്പൊ UV റേഡിയേഷനെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുമ്പോൾ ഓസോണ് കുറച്ച് എനർജി കിട്ടുക അല്ലേ? ലൈക്ക് ആ ടൈം UV റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഓസോണ് കുറച്ച് എനർജി കിട്ടുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. പക്ഷെ എനർജിയെ നമുക്ക് മറ്റൊരു ഫോമിലേക്ക് ആക്കാൻ പറ്റും അല്ലേ? നിങ്ങളുടെ റൂമിലെ ഫാൻ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. അപ്പോൾ ഓസോൺ UV റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കിട്ടുന്ന എനർജിയെ ഓസോൺ എന്ത് ചെയ്യും? ഇറ്റ് ഡിസിപ്പേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ ഫോമിൽ ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. ഹീറ്റിന്റെ ഫോമിൽ ഡിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആയിട്ട് ആ എനർജിയെ പുറന്തള്ളും. അപ്പോൾ ഓസോൺ ഹീറ്റ് പുറന്തള്ളുക, UV റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ആയിട്ട് പുറന്തള്ളുക. അപ്പൊ എന്ത് പറ്റും? ഓസോണിന്റെ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥ വരും. ഓസോൺ എവിടെയുള്ളത്? സ്ട്രാറ്റോസ്ഫിയറിലാണുള്ളത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ഉള്ളത് കൊണ്ട് സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടും. സോ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. കാരണം എന്താ? presence of ozone layer which absorbs harmful UV radiation and dissipates energy in the form of heat. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെമ്പറേച്ചർ കൂടുമെന്ന് ഞാൻ പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടിയല്ലോ 30 ഡിഗ്രി 60 ഡിഗ്രി 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്നല്ല. നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ ഓരോ കിലോമീറ്റർ പോകുമ്പോഴും 6.5 ഡിഗ്രി സെൽഷ്യസ് കുറയുമെന്ന് പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഗ്രൗണ്ടിലെ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, ട്രോപ്പോസ്ഫിയർ 10 കിലോമീറ്റർ ഹൈറ്റ് എത്തുമ്പോൾ അത് എത്രയായി? 6 × 10 65 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. 30 ഡിഗ്രി സെൽഷ്യസ് ഓൾറെഡി ഉണ്ട്. ഈ 30 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിട്ട് എന്താവും? -35 ഒക്കെ എത്തും. ഇതിൽ നിന്ന് കൂടി ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തും സ്ട്രാറ്റോസ്ഫിയറിന്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേറ്റിൽ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണ് ഉണ്ടാവുക. അത്രയും ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുന്നല്ല, ടെമ്പറേച്ചർ വിൽ ബി ഇൻക്രീസിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഓസോൺ ലെയർ. സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റും കൂടിയുണ്ട്. ദിസ് ലെയർ ഈസ് കൺസിഡർഡ് ടു ബി ഐഡിയൽ ഫോർ ഫ്ലൈയിങ് എയറോപ്ലെയിൻസ്. എയറോപ്ലെയിൻസ് പറത്താൻ ഏറ്റവും ഐഡിയൽ ലെയറായി കണക്കാക്കപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറാണ്. അതെന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് എന്താ? ഒട്ടുമിക്ക ക്ലൈമാറ്റിക് ഫിനോമിന എവിടെ സംഭവിക്കുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലെ കൂടെയാണ് പറക്കുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി വല്ല പ്രശ്നമുണ്ടോ? ഈ ക്ലൈമറ്റ് നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ലെയർ ഈസ് കൺസിഡർഡ് ടു ബി ഐഡിയൽ ഫോർ ഫ്ലൈയിങ് എയറോപ്ലെയിൻസ്. കാരണം ക്ലൈമാറ്റിക് ഫിനോമിന ഒക്കെ നടക്കുന്നതിന് താഴെയായതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ദിസ് ഈസ് സ്ട്രാറ്റോസ്ഫിയർ. ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്: 50 കിലോമീറ്റർ ഫ്രം എർത്ത്, അപ്പർ ബൗണ്ടറി സ്ട്രാറ്റോപോസ്, ടെമ്പറേച്ചർ കൂടുന്നു. കാരണം എന്താ? ഓസോൺ ലെയർ അവിടെ ഉള്ളത് കൊണ്ട്. ദെൻ ഐഡിയൽ ഫോർ ഫ്ലൈയിങ് എയറോപ്ലെയിൻസ്. ഇനി അടുത്ത ലെയറിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ലെയർ ഈസ് മെസോസ്ഫിയർ. മെസോസ്ഫിയർ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പർ ബൗണ്ടറിയെ വിളിക്കുന്ന പേര് മെസോപോസ്. മെസോപോസിന്റെ ഉയരം 80 കിലോമീറ്റർ ഫ്രം ദി ഗ്രൗണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്ട്രാറ്റോസ്ഫിയറിന് 50 കിലോമീറ്റർ, മെസോസ്ഫിയറിന് 80 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രോപ്പോസ്പോസിന്റെ പോലെ ചരിവൊന്നും ആർക്കില്ല. സ്ട്രാറ്റോസ്ഫിയറിനും മെസോസ്ഫിയറിനും ഇല്ല കേട്ടോ. സ്ട്രാറ്റോപോസും മെസോപോസും ഒക്കെ കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് ലൈനിലാണ് വരയ്ക്കുക. രണ്ടിന്റെയും ഹൈറ്റ് 80-50 എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്നാണ്, താഴത്തെ ലെയറിൽ നിന്നല്ല, ഗ്രൗണ്ടിൽ നിന്നാണ് ഇത്ര ഹൈറ്റ് പറയുന്നത്. സോ നോക്കുക, മെസോസ്ഫിയർ ഹൈറ്റ് എക്സ്റ്റെൻസ് 80 കിലോമീറ്റർ ഫ്രം ദി ഗ്രൗണ്ട്, അപ്പർ ബൗണ്ടറി മെസോപോസ്. മെസോസ്ഫിയറിലും ടെമ്പറേച്ചർ വിൽ ബി ഡിക്രീസിങ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്.
ടെമ്പറേച്ചർ ഡിക്രീസിങ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാ. വാട്ട് ഈസ് ദ റീസൺ വി നോ. സ്ട്രാറ്റോസ്ഫിയറിൽ അവിടെ ഒരു സെക്കൻഡ് ഫാക്ടർ ഉണ്ട്. ആര്? ഓസോൺ എന്ന് പറഞ്ഞ ഒരാളുള്ളതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നത്. ഇവിടെ അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെയും മുകളിലേക്ക് പോകുന്നതോറും എന്താണ്? ടെമ്പറേച്ചർ കുറയുകയാണ്. സോ ഓർത്ത് വയ്ക്കുക, ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കുറയും, സ്ട്രാറ്റോസ്ഫിയറിൽ കൂടും, മെസോസ്ഫിയറിൽ കുറയും. അങ്ങനെയാണ് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത്. ഇൻ മെസോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ മെസോസ്ഫിയറിൽ മെസോപോസ് ആണല്ലോ ഹയസ്റ്റ് പോയിന്റ്. മെസോപോസ് ഈസ് കൺസിഡർഡ് ടു ബി ദ കോൾഡസ്റ്റ് റീജൻ ഓഫ് എർത്ത് വിത്ത് ആൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് -85 ആണ്. 85 അല്ല, -85 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചർ. അപ്പൊ എർത്തിലെ ഏറ്റവും തണുപ്പുള്ള റീജനായി കണക്കാക്കപ്പെടുന്ന എവിടെയാണ്? മെസോപോസ് ആണ്. -85 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. ഒരു പോയിന്റും കൂടി മെസോസ്ഫിയറിനെ പറ്റി ഓർത്തു വയ്ക്കണം. മെസോസ്ഫിയർ ഇസ് ദി ലെയർ ഇൻ വിച്ച് ദ മീറ്റിയോഴ്സ് ബേൺ അപ്പ്. നമ്മളെ ഉൽക്കകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവര് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ എയർ ഇവരുമായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കുമ്പോൾ ഹീറ്റ് ആവും. ഹീറ്റ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും? കത്തിത്തീരും. സോ മോസ്റ്റ് ഓഫ് ദി മീറ്റിയോഴ്സ് ബേൺ ഇൻ മെസോസ്ഫിയർ. ഒട്ടുമിക്ക മീറ്റിയോഴ്സും ബേൺ ചെയ്യുന്ന എവിടെയാണ്? മെസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അപ്പോൾ മെസോസ്ഫിയറിന്റെ ഓർക്കേണ്ട പോയിന്റ് 80 കിലോമീറ്റർ ആണ് ഹൈറ്റ്. മെസോപോസ് ആണ് അപ്പർ ബൗണ്ടറി. ടെമ്പറേച്ചർ കുറയുകയാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി മീറ്റിയോഴ്സ് ബേൺ ഇൻ ദിസ് ലെയർ. ഇത്രയും കാര്യങ്ങൾ മെസോസ്ഫിയറിനെ പറ്റിയും ഓർത്തു വെക്കണം. ഇനി തെർമോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ലെയറും കൂടിയുണ്ട്. ഇതിന് മുകളിൽ വരുന്നതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ. തെർമോസ്ഫിയർ ഏകദേശം 80 കിലോമീറ്ററിന് മുകളിലേക്ക് വി ക്യാൻ സേ സംവേർ അപ് ടു ഒരു 400 കിലോമീറ്റർ വരെയൊക്കെ ഉണ്ടെന്ന് പറയാം. തെർമോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്തോറും കൂടുകയാണ് ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിലെ മേജർ ഗ്യാസസ് നൈട്രജൻ, ഓക്സിജൻ ഒക്കെ എവിടെ? താഴത്തെ ലെയറാ. തെർമോസ്ഫിയർ എത്തുമ്പോഴേക്കും നൈട്രജൻ, ഓക്സിജൻ ഒക്കെ എമൗണ്ട് വളരെ കുറവ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ആ അറ്റ്മോസ്ഫിയർ പിടിച്ചു നിർത്തി അബ്സോർബ് ചെയ്ത് ടെറസ്ട്രിയൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് ടെമ്പറേച്ചർ കൂടുന്ന ഒരു അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എത്തുമ്പോഴേക്കും ഗ്യാസ് ഒക്കെ വളരെ കുറവാ, ലെസ് ഡെൻസർ ആയിട്ടുള്ള ഗ്യാസേ ഉള്ളൂ. അപ്പോൾ സണ്ണിന്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസിലാണ് തെർമോസ്ഫിയർ കിടക്കുന്നത്. അപ്പൊ നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും സണ്ണിനോട് അടുത്തേക്ക് പോകുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. സോ ഇൻ തെർമോസ്ഫിയർ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. തെർമോസ്ഫിയറിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെർമോസ്ഫിയറിൽ വി ഹാവ് എ റീജിയൻ ഓഫ് ഫ്രീലി സസ്പെൻഡഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഫ്രീലി സസ്പെൻഡഡ് ആയ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഒരു റീജിയൻ ഉണ്ട്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മൾ നോർമലി വിളിക്കുന്ന പേരാണെന്ത്? അയോൺ. അപ്പോൾ ഈ അയോൺസ് നിറഞ്ഞൊരു ഭാഗം തെർമോസ്ഫിയറിലുണ്ട്. അയോൺസ് നിറഞ്ഞ ഭാഗത്തിനെ തെർമോസ്ഫിയർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അയണോസ്ഫിയർ. ദിസ് റീജിയൻ ഇസ് കൺസിഡർഡ് ടു ബി അയണോസ്ഫിയർ. അപ്പൊ എന്താ അയണോസ്ഫിയർ? തെർമോസ്ഫിയറിൽ വി ഹാവ് എ റീജിയൻ ഓഫ് ഫ്രീലി സസ്പെൻഡഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആ റീജിയനെ പറയുന്ന പേരാണ് അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് റീജിയൻ ഈസ് ഐഡിയൽ ഫോർ റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻസ്. റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഐഡിയൽ ലെയറായി കണക്കാക്കുന്നതാണ് എന്ത്? അയണോസ്ഫിയർ. കാരണം ഈ അയോൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് റേഡിയോ വേവ്സ് കൃത്യമായ ട്രാൻസ്മിഷൻ നടക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒട്ടുമിക്ക കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് വഴിയാണല്ലോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഒക്കെ കറങ്ങുന്ന എവിടെയാ? ഈ അയണോസ്ഫിയറിന്റെ ഹൈറ്റിലായിരിക്കും കറങ്ങുന്നുണ്ടാവുക. കാരണം ദിസ് ലെയർ ഇസ് കൺസിഡർഡ് ഐഡിയൽ ഫോർ റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് മാത്രമല്ല, നിങ്ങൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, ISS, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. നമ്മൾ സുനിത വില്യംസ് ഒക്കെ പോയി വന്നില്ലേ? അപ്പോൾ ഇതും എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. ഓക്കെ, ആൻഡ് ലൈറ്റർ ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഫ്ലോട്ട് ഇൻ ടു സ്പേസ് ഇൻ ദിസ് ലെയർ. അപ്പോൾ തെർമോസ്ഫിയർ പറ്റി ഓർക്കേണ്ട പോയിന്റ്സ് 80 to 400 കിലോമീറ്റർ വരെയാണ് ഹൈറ്റ് വരിക. ടെമ്പറേച്ചർ കൂടും, കാരണം സണ്ണിന്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസിലേക്ക് പോയി ഗ്യാസ് ഒക്കെ ഇതിന് താഴെ ആയതുകൊണ്ട്. ദെൻ അയണോസ്ഫിയർ എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു ലെയർ ഇവിടെയുണ്ട്. അയണോസ്ഫിയർ റേഡിയോ വേവ് കമ്മ്യൂണിക്കേഷൻ ബെസ്റ്റ് ആണ്. ഇതൊക്കെ വരുന്നത് തെർമോസ്ഫിയറിന്റെ ഉള്ളിലായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നമ്മൾ ഓരോ ലെയറും എടുത്തിട്ട്, ഇഫ് യു കൺസിഡർ ഡിഫറെന്റ് ലെയേഴ്സ്, ഈ ഓരോ ലെയറും എടുത്തിട്ട് ഈ ലെയറിന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഞാൻ ഗ്രാഫായിട്ട് വരയ്ക്കുകയാണ്, ഹൈറ്റ് മെൻഷർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ട്രോപ്പോപോസ്, ഒരു 10 കിലോമീറ്റർ ഹൈറ്റിൽ ട്രോപ്പോപോസ് ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സ്ട്രാറ്റോപോസ് 50 കിലോമീറ്റർ ഹൈറ്റിൽ. ഇതാണ് നമ്മുടെ മേസോപോസ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുകളിൽ തെർമോസ്ഫിയർ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ എന്താണ്? കുറയുകയാണ് അല്ലേ?
കുറയാണ്. ഇവിടെ ഇങ്ങനെ ടെമ്പറേച്ചർ ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറയാണ്. സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്നതോറും കൂടുകയാണ്. മേസോസ്ഫിയറിലെ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്നതോറും കുറയുന്നു. തെർമോസ്ഫിയറിൽ വീണ്ടും കൂടുന്നു. സോ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുക കുറയുക എന്നുള്ളത് സിഗ്സാഗ് ആയിട്ടാണ്, ആൾട്ടർനേറ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ട്രോപ്പോസ്ഫിയറിൽ കുറയുന്നു, സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുന്നു, മെസോസ്ഫിയറിൽ കുറയുന്നു, തെർമോസ്ഫിയറിൽ കൂടുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് 4 ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. 4 ലെയേഴ്സിനും പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഓരോന്നോരോന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അത്രയും ഡീറ്റെയിൽസ് മതിയാവും ഫോർ ദി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിയാനായിട്ട്. ആ കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കുറയുന്നത് കൂടുന്നുള്ള കാര്യമെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതാണ് അറ്റ്മോസ്ഫിയറിന്റെ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതിൽ കുറച്ച് ആർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളിനി ലൈക്ക് അത് വേറെ ക്ലാസ്സുകളിൽ നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒറോറ, UPSC ഒരിക്കലും ചോദിച്ച ഒറോറ ബോറിയാലിസിസ്, ഒറോറ ഓസ്ട്രലിസ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് UPSC ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റുമോ നോക്കാം. 2024 2 പ്രിലിംസ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചോദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. Consider the following statements. Atmosphere is heated more by incoming solar radiation than by terrestrial radiation. Statement 1. Statement 2. Carbon dioxide and other greenhouse gases. ഓരോ ഗ്യാസിനെ പറ്റി ഡീറ്റെയിൽ നമ്മൾ നോക്കിയിട്ടില്ല. കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിലൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരേ കാര്യം തന്നെ പലപ്പോഴായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ അറ്റ്മോസ്ഫിയർ ആർ ഗുഡ് അബ്സോർബേഴ്സ് ഓഫ് ലോങ് വേവ് റേഡിയേഷൻ. സ്റ്റേറ്റ്മെന്റ് 2. എ നോക്കൂ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. 2 explains 1. Both 1 and 2 are correct, but 2 does not explain 1. അതാണ് B. C, 1 is correct, 2 is incorrect. D, 1 is incorrect, 2 is correct. സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചൊന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു നോക്കൂ. The atmosphere is heated more by incoming solar radiation than by terrestrial radiation. ഞാൻ പറഞ്ഞല്ലോ, അറ്റ്മോസ്ഫിയർ ഇൻകമിങ് റേഡിയേഷന്റെ പുവർ അബ്സോർബേഴ്സ് ആണ്. ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, ലോങ് വേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക. ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത്തരത്തിലുള്ള അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇത് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ, 2 സ്റ്റേറ്റ്മെന്റും തെറ്റ് എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി UPSC തരുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട നമുക്ക് ഉടനെ ആൻസർ കിട്ടും അല്ലേ. നോക്കുക, 2 സ്റ്റേറ്റ്മെന്റ് തെറ്റുന്നുള്ള ഓപ്ഷൻ തരുന്നുണ്ടോ? ഇല്ല. ഇപ്പോ 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി തന്നെ 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ, D. മനസ്സിലാവുന്നുണ്ടല്ലോ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് വായിച്ചു കൺഫേം ചെയ്താൽ മതിയാവും. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ. ഔട്ട് ഗോയിങ് റേഡിയേഷനെ ഗ്രീൻ ഹൗസ് ഗ്യാസ് പിടിച്ചു നിർത്തും, ലോങ് വേവ് റേഡിയേഷനെ. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അത് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ, ഇൻകമിംഗ് റേഡിയേഷൻ ആണ് കൂടുതൽ ഹീറ്റിംഗ് നടക്കുന്നത്. അല്ലല്ലോ, ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലേ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. സോ ആൻസർ ഇസ് D. മറ്റൊരു ചോദ്യം നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. Statement 1. Thickness of troposphere at the equator is much greater than compared to poles. Statement 2. At equator, heat is transported to greater heights by strong convectional currents. എന്താണ് ശരി? Thickness of troposphere at equator is greater than poles. ശരിയാണല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഇക്വേറ്ററിൽ 18 കിലോമീറ്ററും പോൾസിൽ 8 കിലോമീറ്ററുമാണ് ഹൈറ്റ്. അപ്പൊ തിക്നെസ് കൂടുതലാണ്. At equator, heat is transported to greater heights by strong convectional currents. അതും നമ്മൾ പറഞ്ഞു അല്ലേ. ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ ഹൈ ആണ്. ടെമ്പറേച്ചർ ഹൈ എന്ന് പറയുമ്പോൾ എയർ ഡെൻസിറ്റി ലോ ആണ്. അപ്പോൾ എയർ റൈസ് ചെയ്യും. എയർ റൈസ് ചെയ്യുമ്പോൾ എയർ റൈസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് കൺവെക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ കൺവെക്ഷണൽ കറണ്ട് ആയിട്ട് റൈസ് ചെയ്യുന്നു പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇങ്ങനെ എയർ റൈസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ട്രോപ്പോസ്ഫിയറിൽ ഇക്വേറ്റർ ഹൈറ്റ് കൂടുതൽ നമ്മൾ പറയാനുള്ള കാരണം. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയോ ബിയോ ആണ് ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ഇനി നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞുകൊണ്ടാണല്ലോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയായത് അല്ലേ. ഇത്തരത്തിൽ എയർ മുകളിലേക്ക് റൈസ് ചെയ്യുന്നതുകൊണ്ടല്ലേ ട്രോപ്പോസ്ഫിയറിൽ ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുതലാൻ കാരണം. സോ 2 ഈസ് എക്സ്പ്ലെയിനിങ് സ്റ്റേറ്റ്മെന്റ് 1. സോ ആൻസർ ഈസ് എ ആണ് ഉത്തരം. നമ്മൾ പഠിച്ച കണ്ടന്റ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി ബേസിക്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മൾ അതിന്റെ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, സ്ട്രക്ചറിൽ ഓരോ ലെയറിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഫോക്കസ് ഓൺ ട്രോപ്പോസ്ഫിയർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ പൊതുവെ പ്രിലിംസിനൊക്കെ ചോദിക്കുക. സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറും തെർമോസ്ഫിയറും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ടെറസ്ട്രിയൽ റേഡിയേഷന്റെ ഭാഗവും അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇക്വേറ്റർ ഉയരം കൂടുന്നുള്ള ഭാഗവുമാണ് മേജർലി വരുന്നത്. ആ 2 കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, ഈ ഫർദർ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്, സ്റ്റഡി വെൽ.